ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനുപമാസ് വ്ലോഗ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കുറച്ച് ഐറ്റംസ് കുറവാണെങ്കിൽ പോലും, വീട്ടിൽ കുറച്ച് മലക്കറി ഐറ്റംസ് ഒക്കെ കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് വറുത്തരയ്ക്കാതെ തന്നെ വറുത്തരച്ച രീതിയിൽ നമുക്ക് തീയൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ തീയലിന് എല്ലാ ഐറ്റങ്ങളും വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റങ്ങളുണ്ടോ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ടൊരു തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തക്കാളി ഉണ്ട്, 2 കിഴങ്ങുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങക്കയുടെ കഷ്ണങ്ങളുണ്ട്, കുറച്ച് വെള്ളരിക്കയുണ്ട്, ഒരു വഴുതനയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്ക, 2 സവാള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു തീയലിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ലഭ്യമായ എന്ത് വസ്തുക്കളുണ്ടോ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഈ തീയൽ റെഡിയാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തീയലിന് ആവശ്യമായ കഷ്ണങ്ങൾ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കി വെക്കണം. അപ്പോൾ തീയലിന് വേണ്ടുന്ന കഷ്ണങ്ങളായിട്ട് മലക്കറിയെല്ലാം ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചുള്ള തേങ്ങ, ഞാൻ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വറുത്തരച്ച രീതിയിൽ തീയൽ വെക്കാൻ വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി നല്ലതുപോലെ ചുമന്ന് വരുന്നത് വരെ ചൂടാക്കി എടുക്കണം. അപ്പോൾ അതും ചൂടാക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കിനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്ക് കടുക് വറുത്ത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചൂടാക്കി എടുത്ത് വരാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ട് ചൂടാക്കി എടുക്കാം. കാരണം വറ്റൽമുളക് ആദ്യമേ ഇടുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ചട്ടിക്ക് നല്ല ചൂടും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നമുക്ക് കഷ്ണങ്ങൾ അതിലേക്ക് ഇടും. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണം വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം. കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് കുറച്ച് നമുക്കതൊന്ന് കഷ്ണങ്ങൾ എളുപ്പം ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കഷ്ണങ്ങളിലൊക്കെ നിറം പിടിച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് ആവിയിലൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വഴറ്റിയെടുത്ത് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. ആ സമയത്തിലേക്ക് അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ചട്ടിയുടെ മൂടൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് കുറച്ച് ആവിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അരപ്പിനുള്ള ചേരുവകൾ ചേർക്കാം. അത് ഒരു മുറിയോളം തേങ്ങ, ചെറിയ 1 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇവ രണ്ടും ചൂടാക്കി ചുമന്ന് വരുന്നവരെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ ഒരുവിധം എണ്ണയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഒരുപാട് വെള്ളം വെക്കരുത്. നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഒരുപാട് എണ്ണ ഉപയോഗിച്ച് വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരുപാട് എണ്ണ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കഷ്ണങ്ങളൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഒരു പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി അരപ്പ് ചേർത്തതിന് ശേഷം ബാക്കി നമുക്ക് അരപ്പിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അരപ്പും വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം
നമ്മൾ ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തീയൽ കറക്റ്റ് എണ്ണ എല്ലാം തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതാണ് നല്ല വറുത്തരച്ച നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക, വഴറ്റുക, ആ ഒരു പാടേ ഉള്ളൂ. പിറ്റ തേങ്ങ തിരുമി മുളകും മല്ലി നല്ലതുപോലെ ചുമന്ന് വരുന്ന കണക്ക് മൂപ്പിച്ചെടുത്ത് വേണം ഇത് അരച്ച് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായ തീയലാവും. അപ്പോൾ പുളി പിഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കിത് വെക്കാം. പക്ഷേ ഞാനിത് മസാല ഇട്ടാണ് വെച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലും വെക്കാം. അപ്പോൾ എല്ലാവർക്കും തീയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.